ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇപ്പോൾ പെട്ടെന്നൊരു ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നിയാൽ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ കൊതി തോന്നിയിരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ നല്ലൊരു മാങ്ങ കിട്ടിയത് കേട്ടോ. ആരും മാങ്ങയ്ക്ക് കണ്ണ് വെക്കരുതേ, എൻ്റെ മാമൻ്റെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ അത്. നല്ല വലുപ്പം വെക്കുന്ന നല്ല ഫ്ലഷി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ടൈപ്പ് മാങ്ങയാണ് ഇത്. അപ്പോൾ പിന്നെ നമുക്കിത് വെച്ച് നല്ല അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കറക്റ്റ് കൺസിസ്റ്റൻസിനുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ നമ്മുടെ മാങ്ങ ഇവിടെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ നാരില്ലാത്ത ഏത് ടൈപ്പ് മാങ്ങയും ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് പൾപ്പാക്കി എടുക്കണം. ഇത് വലിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാംഗോ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ മാംഗോ പൾപ്പ് നല്ല സ്മൂത്ത് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മളിനി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ക്രീം പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും 1 മണിക്കൂർ മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 1/3 കപ്പ് ക്രീമാണ് എടുക്കുന്നത്, അതായത് ഒരു 85 ml ക്രീം. ഇത്രയും ക്രീം വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 1/2 ലിറ്റർ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ആദ്യം സ്ലോ സ്പീഡിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹൈ സ്പീഡിലിട്ട് ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ക്രീം ഒരുവിധം ബീറ്റായി വരുന്ന ടൈമിൽ നമുക്ക് 2-3 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. നമ്മൾ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ പലർക്കും ഉള്ളൊരു പരാതി കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല എന്നുള്ളതാണ്. കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കുന്നതും ടേസ്റ്റ് ഉണ്ടാവും, കാരണം ക്രീമും പാലും എല്ലാം തന്നെയാണല്ലോ എല്ലാവരും ചേർക്കുന്നത്. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും കറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മാംഗോ പൾപ്പ് ആഡ് ചെയ്യാം. ആദ്യം ഞാനൊരു 4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് നോക്കുന്നുണ്ട്. വീണ്ടും ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറവാണെന്ന് തോന്നിയാൽ മാത്രം വീണ്ടും ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൾപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാംഗോ പൾപ്പല്ലേ, കൂടിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട. വല്ലാണ്ട് കൂടിപ്പോയാലും നമ്മുടെ ക്രീം ലൂസായിട്ട് കൺസിസ്റ്റൻസി കിട്ടില്ല കേട്ടോ. വീണ്ടും നമ്മൾ ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്ററിൻ്റെ ഐസ്ക്രീം ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്രീം മുഴുവൻ ഇതിലേക്ക് മാറ്റിയിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. ലിഡ് നന്നായി ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മിനിമം 6 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. 6 മണിക്കൂർ വെച്ചാൽ തന്നെ ഏകദേശം നല്ല രീതിയിൽ സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിനി ഇത് സെറ്റായതിനു ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം. നമ്മുടെ ഐസ്ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കൂപ്പ് ചെയ്തെടുക്കാനൊക്കെ കഴിയും. കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഞാൻ നമ്മുടെ മാംഗോ പൾപ്പ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഒരു വിപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലേക്ക്, വെറുതെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇതുപോലെ മാംഗോ ചെറിയ പീസസ് ആക്കി അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാംഗോ ഐസ്ക്രീം ഇവിടെ കഴിക്കാനായിട്ട് റെഡിയാണേ. ഇതിന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ കൺസിസ്റ്റൻസിയും ടേസ്റ്റ് അതിനേക്കാൾ ഒരുപടി മുന്നിലുമാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.